വളരെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് റേഡിയോ ശ്രോതാക്കളെ തേടിയെത്തിയിരിക്കുന്നത്. ഒരു കാലഘട്ടം ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം ലോകമെമ്പാടുമുള്ള റേഡിയോ ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതമായ ശബ്ദമായിരുന്നു രാമചന്ദ്രൻ്റേത്. രാമേന്ദ്രൻ ചേട്ടൻ എന്നൊക്കെ ഓമനപ്പേരിൽ വാത്സല്യത്തോടെ ഞങ്ങൾ വിളിക്കുന്ന ആളായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹവുമായി ഒന്നിച്ച് തിരുവനന്തപുരത്തെ ആകാശവാണിയിൽ ജോലി ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കുറച്ചു കാലം അദ്ദേഹം നമ്മളുടെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ വോയിസ് ആർട്ടിസ്റ്റായി കൗതുക വാർത്തകളിലൂടെ അദ്ദേഹം 24-ലും ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ ഏറ്റവും സമ്മതനാക്കിയത് അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകളായിരുന്നു. 12:30 അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റിൻ വരും, വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും സുന്ദരമായ, നമ്മുടെ മനസ്സിനെ രവിപ്പിക്കുന്ന ഏറ്റവും ആകർഷകമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു രാമചന്ദ്രൻ. അദ്ദേഹം ആളുകൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം വൈദ്യുത ബോർഡിലൊരു ജീവനക്കാരനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ആകാശവാണിയിലെത്തി. ആദ്യം അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തെ ആകാശവാണിയിൽ വാർത്താ വായനക്കാരനായി എത്തുകയായിരുന്നു. ഈ വാർത്താ വായനയ്ക്ക് പുറമെ സതീഷ് ചന്ദ്രൻ എഴുതിയ ചില നാടകത്തിലൊക്കെ തന്നെ അദ്ദേഹം ശബ്ദം കൊടുത്തിരുന്നു. ഒരു റേഡിയോ നാടക നടനായും ഒരു പ്രക്ഷേപകനായും ഏറ്റവും അറിയപ്പെട്ട ആളായിരുന്നു രാമചന്ദ്രൻ. ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹം രാമചന്ദ്രൻ എന്ന കഥാപാത്രമായി തന്നെ റേഡിയോ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളും അദ്ദേഹം കുറേ കാലം ലീൻ വി ജസ്മസിൻ്റെ NDV എന്ന സ്റ്റുഡിയോയിലും അദ്ദേഹം ശബ്ദം കൊടുക്കാൻ എത്തിയിരുന്നു. അതായത് സാക്ഷി എന്ന ഒരു പ്രോഗ്രാം കൈരളി പ്രക്ഷേപണം ചെയ്തിരുന്നു. ഈ കൈരളി ടെലികാസ്റ്റ് ചെയ്ത ഈ പരിപാടിയിലെ ശബ്ദത്തിൽ സാക്ഷിയുടെ ശബ്ദം പകർന്നിരുന്ന രാമചന്ദ്രനായിരുന്നു. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന രാമചന്ദ്രൻ്റെ ശബ്ദം ഒരുപക്ഷെ ഒരുപാട് വിമർശകരെയും അന്ന് അദ്ദേഹം നേടിയിരുന്നു. ലീൻ വി ജസ്മസ് അവതരിപ്പിച്ച ഈ പരിപാടി സാമൂഹിക വിമർശനം ഉൾക്കൊള്ളുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചിതമായ കാമ്പുള്ള വിമർശനങ്ങളിലൂടെ കത്തി കയറുമ്പോൾ രാമചന്ദ്രൻ്റെ ശബ്ദവും അതിന് കൂടുതൽ കുടപിടിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് എന്തോ ഒരു റേഡിയോ വാർത്ത അവതരിപ്പിക്കുന്നതിൽ ഒരു നാടകീയത അദ്ദേഹം എപ്പോഴും കാണിച്ചിരുന്നു. മാത്രവുമല്ല, ഈ പങ്ക്ച്വേഷൻ മാർക്കുകളൊക്കെ പുതിയ കാലത്ത് അന്യമാകുമ്പോൾ, അതായത് കോമയും കൊട്ടേഷനും വള്ളിയും പുള്ളിയും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഇക്കാലത്ത് ആളുകൾക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഒരു കാലത്ത് റേഡിയോയിലൂടെ കോമ ഇടേണ്ട സ്ഥലത്ത് കോമയിട്ടും കൊട്ടേഷൻ ഇട്ട സ്ഥലത്ത് കൊട്ടേഷൻ ഇട്ടും ഒക്കെ തന്നെ വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു രാമചന്ദ്രൻ എന്ന വാർത്താ വായനക്കാരിലുള്ളത്. അദ്ദേഹത്തിൻ്റെ വാർത്ത ഒരു 15 മിനിറ്റായിരുന്നു അന്ന് റേഡിയോയിൽ ഈ വാർത്താ ബുള്ളറ്റിൻ വരുന്നത്. ഈ 15 മിനിറ്റ്, പ്രത്യേകിച്ച് വൈകുന്നേരം 6:15-നും ഉച്ചയ്ക്ക് 12:30-നും രാവിലെ 6:30-നും ഒക്കെയുള്ള വാർത്തകൾ, 6:45-നുള്ള വാർത്തകളും ഒക്കെ തന്നെ ഈ 3 വാർത്താ ബുള്ളറ്റിനിലൊക്കെ രാമചന്ദ്രൻ വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രോതാക്കൾ കാത്തിരുന്ന ശബ്ദമായിരുന്നു. അന്ന് ഏറ്റവും പ്രശസ്തമായ 2 ശബ്ദങ്ങൾ റേഡിയോയിൽ ഉണ്ടായിരുന്നത് പ്രതാപനും അതുപോലെ രാമചന്ദ്രനുമായിരുന്നു. ഇവർ രണ്ടുപേരും അഗാധമായ സാഹിത്യ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു പ്രതാപൻ. അദ്ദേഹം വേറൊരു രീതിയിലായിരുന്നു റേഡിയോയെ കണ്ടിരുന്നത്. വളരെ നിലവാരമുള്ള ഒരു അവതരണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാൽ സാധാരണക്കാരുടെ ശബ്ദമായി മാറുന്ന ഒരു രീതിയായിരുന്നു രാമചന്ദ്രൻ എപ്പോഴും അനുവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മുമ്പേ തന്നെ വാർത്തകൾ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഈ വാർത്തകൾ എങ്ങനെയായിരിക്കുമെന്ന് വായിച്ചു നോക്കി റിഹേഴ്സലൊക്കെ എടുത്ത് വാർത്താ മുറിയിലേക്ക് കയറുന്ന, പ്രക്ഷേപണ മുറിയിലേക്ക് കയറുന്ന ഒരു രീതിയായിരുന്നു ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ രാമചന്ദ്രൻ എപ്പോഴും അവലംബിച്ചിരുന്നത്. എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു രാമചന്ദ്രൻ ചേട്ടൻ. എൻ്റെ വീട്ടിലൊക്കെ, നാട്ടിലെ കൊട്ടാരക്കര താലൂക്കിലെ എൻ്റെ മേലയിലെ ഗ്രാമത്തിലുള്ള വീട്ടിലൊക്കെ അദ്ദേഹം വരും. അപ്പോൾ വരുമ്പോഴൊക്കെ തന്നെ വളരെ പ്രായം ചെന്ന മുത്തശ്ശിമാരൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ വില കൂട്ടിയ സംഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു പ്രതിഭാധനായ ഒരു വാർത്താ പ്രക്ഷേപകൻ എനിക്ക് പരിചയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും നാട്ടിൻപുറങ്ങളിലൊക്കെ നമുക്കൊരു വില തരുമായിരുന്നു. രാമേന്ദ്രൻ ചേട്ടൻ കുറേ കാലം നമ്മുടെ ഏറ്റവും നല്ലൊരു ശബ്ദമായിട്ട് 24-ൽ ഉണ്ടായിരുന്നു. കൗതുക വാർത്തകൾ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു. കൗതുക വാർത്തകൾക്ക് ഏറ്റവും പറ്റിയ ശബ്ദം രാമേന്ദ്രൻ ചേട്ടൻ്റേതായിരുന്നു. ഒരുപക്ഷെ ആകാശവാണിയിൽ ഏറ്റവും ജനസമ്മതി നേടിയ ഒരു പരിപാടിയായിരുന്നു കൗതുക വാർത്തകൾ. വാർത്താ ബുള്ളറ്റിന് പുറമെ ഈ കൗതുക വാർത്തകളിലൂടെയാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായി മാറിയത്. കൗതുക വാർത്തകൾ അദ്ദേഹം പകരുന്ന ശബ്ദം എന്ന് പറയുന്നത് വളരെ നാടകീയമായി അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രോതാക്കൾക്ക് ഏറ്റവും ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ അവതരിപ്പിക്കുന്ന ആളിനെ സങ്കല്പിച്ച് നോക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവർ സങ്കല്പിച്ച് മമ്മൂട്ടിയെ പോലെ ഒരാളെ ആയിരുന്നു പല ആളുകളും സങ്കല്പിച്ച് വെച്ചിരുന്നത്. രാമേന്ദ്രൻ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം അടിമുടി ഒരു ശ്രോതാക്കളുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളായിരുന്നു. റിട്ടയർ ചെയ്യുന്ന ഏറ്റവും അവസാന ദിവസവും അദ്ദേഹം
അദ്ദേഹം വായിച്ച ഏറ്റവും അവസാനത്തെ ബുള്ളറ്റിൻ്റെ വൈകുന്നേരം 6:15 വാർത്താ ബുള്ളറ്റിനായിരുന്നു. അന്ന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാര്യം ഏതാണ്ട് 40 കൊല്ലങ്ങൾക്കധികം ആകാശവാണിയിലൂടെ റേഡിയോ ശ്രോതാക്കൾക്ക് പരിചിതനായ ഈ മനുഷ്യൻ റിട്ടയർ ചെയ്യുന്ന ദിവസം അവസാനത്തെ ബുള്ളറ്റിൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കിക്കാണാൻ എനിക്കൊരു കൗതുകം തോന്നിയിരുന്നു. അപ്പോൾ ആ കൗതുകം വെച്ച് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് യഥാർത്ഥം ഇനി ഒരു 40 കൊല്ലക്കാലം കൂടി ആകാശവാണിയിൽ ജോലിയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ അദ്ദേഹം വായിച്ചു തീർത്തത്. നമുക്ക് ഒരു ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള റേഡിയോ പ്രക്ഷേപകൻ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമാണ്. എത്രയോ കാലം നമ്മുടെ അതായത് സാധാരണ ജോലി ചെയ്യുമ്പോൾ വിരസതയും മൊണോട്ടണിയും ഒക്കെ സാധാരണ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ റേഡിയോ പ്രക്ഷേപകൻ്റെ ജീവിതത്തിൽ മൊണോട്ടണി എന്ന് പറയുന്ന വിരസത എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ മനുഷ്യൻ്റെ വിയോഗം ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹം പ്രായമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു രീതിയിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ അതൊന്നും സ്വാധീനിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റായ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റർ ആയിരുന്നു. ഒരു പെർഫെക്റ്റായ ഒരു ശ്രോതാക്കളുടെ ദൃഷ്ടിയിൽ ആലോചിക്കുമ്പോൾ വാർത്താമുറിയിൽ നിന്ന് ശ്രോതാക്കളുടെ കാതിൽ പറയുന്നത് പോലെയും ഏറ്റവും ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്ത ഒരു വാർത്താ പ്രക്ഷേപകൻ കൂടിയായിരുന്നു രാമേന്ദ്രൻ ചേട്ടൻ. അപ്പോൾ രാമേന്ദ്രൻ ചേട്ടൻ്റെ ഈ വിയോഗത്തിൽ പ്രത്യേകിച്ചും നമ്മളുമായിട്ട് ഈ ഫ്ലവേഴ്സ് ആൻഡ് 24 ഫാമിലി നെറ്റ്വർക്കിൽ ഏറ്റവും ഓരം ചേർന്ന് നിന്ന നമ്മളോടൊപ്പം എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ഓരോ ടെലിവിഷനിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ് ടെലിവിഷനിലൊക്കെ ഞാൻ ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും വിളിച്ച് എന്നോട് പറയുമായിരുന്നു. മാത്രവുമല്ല എൻ്റെ കുടുംബത്തോടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം എൻ്റെ മനസ്സിനുണ്ടാക്കുന്ന ഒരു നൊമ്പരമായിട്ട് ഞാൻ കാണുന്നു. ഓരോ ആളും അരങ്ങൊഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. കാരണം എല്ലാവർക്കും ഓരോ കാലമുണ്ടല്ലോ.